ഹായ്, എല്ലാവർക്കും ദാസ് പിക്സിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ എടപ്പള്ളി പോയിട്ട് സുഖമാണ് സിനിമ കണ്ടു. അപ്പോൾ നമുക്കറിയാം, മാത്യു തോമസ് ഏറെ നാൾക്ക് ശേഷം അഭിനയിക്കുന്ന, ദേവിക സഞ്ജയ് അതിൻ്റെ ലീഡ് റോളിൽ ക്യാരക്ടർ ഒരു നായിക അഭിനയിക്കുന്ന എവർഗ്രീൻ ആയിട്ടുള്ള നമുക്ക് ഏവർക്കും ഇഷ്ടമുള്ള, നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച, നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു ഗ്രേറ്റ് ആക്ടർ, നമ്മുടെ സ്വന്തം ജഗദീഷ് ചേട്ടൻ അഭിനയിക്കുന്ന, ഏറെ നാൾക്ക് ശേഷം സ്ഫടികൻ ജോർജ്, പഴയ വില്ലൻ, കട്ട വില്ലൻ, നമ്മുടെ നായകൻ്റെ സുഹൃത്തായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയൊക്കെ എന്നുള്ളൊരു പ്രത്യേകത അതായിരുന്നു ഈ സിനിമ. പിന്നെ നമുക്കറിയാം, നമ്മുടെ വേട്ട, കരിങ്കുന്നം 6, പിന്നെ ഹാപ്പി ജേണി, ജയസൂര്യയുടെ പഴയൊരു സിനിമ, ഇതൊക്കെ തിരക്കഥ എഴുതിയ ഒരുപാട് തിരക്കഥകൾ അദ്ദേഹത്തിന് വേറെ ഉണ്ട്. അരുൺ ലാൽ രാമചന്ദ്രൻ എന്നയാളുടെ സംവിധാനത്തിലാണ് ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ മാത്യു തോമസിനെ ഒരുപാട് ആളുകൾ ട്രോളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഒരു നാൾക്ക് ശേഷം ഇറങ്ങുന്ന സിനിമ, അപ്പോൾ ആ ഒരു നിലക്ക് കൂടിയാണ് ഈ സിനിമ കാണാൻ പോയത്. ഈ സിനിമയെ സംബന്ധിച്ച് നമ്മളൊരു സിനിമ തിയേറ്ററിൽ ചെന്നിരിക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സബ്ജക്റ്റ്, അതിൻ്റെ ഒരു ഫ്രഷ്നെസ്, ആ ഒരു പ്ലോട്ട് എന്താണെന്ന് മനസ്സിലാവും. പക്ഷെ അങ്ങനെ നമ്മൾ ചെന്നിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ സബ്ജക്റ്റിൻ്റെ ഫ്രഷ്നെസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. കാരണം അതെൻ്റെ തോന്നലാണ്, എനിക്ക് മാത്രം തോന്നിയാണെന്നറിയില്ല. റീസെൻ്റായിട്ട് ഇറങ്ങിയ ഒരു സിനിമ, ഒരു ബ്ലോക്ക് ബസ്റ്ററായിട്ട് ഒരു സിനിമയായിട്ട് ഈ സിനിമയുടെ കഥക്കും കഥാപരിസരത്തിനും ഒരു ചെറിയൊരു സാമ്യമുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു സിനിമയുടെ കോപ്പി പേസ്റ്റ് പോലെ നമുക്കല്ല എനിക്ക് തോന്നി. അത് മറ്റാർക്കെങ്കിലും തോന്നിയെന്ന് എനിക്കറിയില്ല. അത് സിനിമയുടെ ഒരു കുറ്റമായിട്ടല്ല പറയുന്നത്. ഒരുപാട് കഥകൾ, ഒരുപാട് ആളുകൾ ചിന്തിക്കുന്ന രീതികൾ, നമ്മൾ ചിന്തിക്കുന്ന രീതികളൊക്കെ ചിലപ്പോൾ സാമ്യമായി പോവാം. പക്ഷെ അത് സിനിമയ്ക്ക് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ എന്നുള്ളത്, അല്ലെങ്കിൽ താരതമ്യ പഠനത്തിന് ഈ ട്രോളന്മാരും റോസ്റ്റർമാരും വിധേയമാക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് ഈ സിനിമയ്ക്ക് നഷ്ടപ്പെട്ടതോടുകൂടി ഈ സിനിമയുടെ സ്ക്രിപ്റ്റ്, പിന്നീടുള്ള കഥ കാണുന്നതിലെ ആസ്വാദനത്തിൽ എനിക്ക് ഒരു വീഴ്ച സംഭവിച്ചു. കാരണം അതേപോലത്തെ ഒരു പ്ലോട്ടാണല്ലോ, അതേപോലത്തെ ഒരു കഥയാണല്ലോ എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വന്നുകൊണ്ട് തന്നെ അതാണ് സിനിമയുടെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ സിനിമയുടെ സ്ക്രിപ്റ്റിംഗ്, ഒരു കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻ, ഒരു തമ്മിലുള്ള ഒരു ചേർച്ച, അതിൽ ഒരു കുറവ് വന്ന പോലെ എനിക്ക് തോന്നി. അല്ലാതെ പക്ഷം സിനിമ നല്ലൊരു സബ്ജക്റ്റായിരുന്നു, നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റായിരുന്നു. പിന്നെ സിനിമയെ കൊണ്ടുപോയ ആളുകളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ എല്ലാ സിനിമകളിലും റീസെൻ്റായിട്ട് ഇറങ്ങുന്ന എല്ലാ നല്ല കൊച്ചു സിനിമകളിലും സ്ഥിര സാന്നിധ്യമായ ജഗദീഷ് ചേട്ടൻ തന്നെയാണ്. സ്ക്രിപ്റ്റിൽ എത്ര പോരായ്മകളുണ്ടായാലും അത് മനസ്സിലാക്കി അഭിനയിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ചില സിനിമകൾ കാണുമ്പോൾ, അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ അഭിനയിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആ സിനിമ ആസ്വദിച്ചിരിക്കാൻ തോന്നുന്നത്. ഞാൻ റീസെൻ്റായിട്ട് പറഞ്ഞു, ഒരുപാട് ലോജിക്കുകൾ പോയ സിനിമയായിരുന്നു ഈ അടുത്തിറങ്ങിയ വലതുവശത്തെ കള്ളൻ. പക്ഷെ നമ്മൾ ആ സിനിമ ആസ്വദിക്കുന്നത് ആ ബിജു മേനോൻ്റെ, എസ്പെഷ്യലി ബിജു മേനോൻ്റെ, ജോജുവിൻ്റെ അഭിനയം കണ്ടിട്ടാണ്. കാരണം അത് നമുക്ക് കണ്ടിരുന്നു ഉള്ള ടൈപ്പ് പെർഫോമൻസ് ആണ് അവർ ആ സ്ക്രീനിലുടനീളം കാഴ്ചവെക്കുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഓവറോൾ ഈ ജഗദീഷിൻ്റെ ഒരു സാന്നിധ്യം നമ്മൾ ഈ സിനിമ ബോറടിക്കാതെ കാണാൻ പറ്റുന്നു എന്നുള്ള തലത്തിലേക്ക് ഈ സിനിമയെ കൊണ്ടുപോകുന്നുണ്ട്. അത് ഈ ജഗദീഷ് എന്ന നടനെ, അത് മറ്റൊരു നടൻ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് നടൻ അല്ല, ഒരു സെക്കൻഡ് സ്റ്റേജ് നടൻ, ആ രീതിയിലല്ലാത്തൊരു നടനെ ജഗദീഷിനെ തന്നെ കൊണ്ടുവന്നത് സിനിമക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. ഓവറോൾ ആ ജഗദീഷ് ചേട്ടൻ നല്ല രീതിയിൽ പെർഫോം ചെയ്ത സിനിമ. മാത്യു തോമസിനെക്കാട്ടും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ജഗദീഷ് ചേട്ടൻ്റെ കഥാപാത്രത്തിന് റോൾ ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയിൽ. അതാണ് ഈ സിനിമയിൽ കണ്ടൊരു പ്ലസ് പോയിന്റ്. പിന്നെ എൻ്റെ മാത്രം അഭിപ്രായമാണ്, ചിലപ്പോൾ ഒരുപാട് സ്ത്രീകൾക്കൊക്കെ സിനിമ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ മറ്റ് സിനിമ, നമ്മുടെ ഈ റീസെൻ്റായിട്ട് ഇറങ്ങിയ സിനിമ, അത് ഉള്ളിലേക്ക് വരാത്ത ആളുകൾക്ക് ഈ സിനിമ ഒരു ഫ്രഷ്നെസ് ആയിട്ട്, ഒരു നല്ല ഫ്രഷ് സിനിമയായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഓവറോൾ ഈ ഒരു സിനിമ എനിക്ക് അത്ര വർക്കായില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം സിനിമ കണ്ടിരിക്കാം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഈ സിനിമ പോകുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. നമ്മൾ വലിച്ചു നീട്ടുന്നില്ല, അങ്ങനെ ഒരു പരാതി വന്ന സ്ഥിതിക്ക് ഈ സിനിമയെ പറ്റി കൂടുതൽ ഒന്നും പറഞ്ഞ് അതിനെ നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പോയി കാണുക. എൻ്റെ അഭിപ്രായം കേട്ട് നിങ്ങൾ സിനിമക്ക് പോകാതിരിക്കരുത്. നിങ്ങൾ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.